നമ്മുടെ ചലച്ചിത്ര ഗാന ശാഖയാകട്ടെ ഈ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് പഠനങ്ങളും നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുണ്ട്. ടി പത്മനാഭൻ്റെ ഗൗരി എന്ന കഥയെക്കുറിച്ച് ഉള്ള ഒരു പഠനത്തിന് KPFN കൊടുത്ത തലക്കെട്ട് തന്നെ പ്രണയത്തിൻ്റെ അധരസിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്നാണ്. ഇന്ന് ഇവിടെ ഒരു ഡയലോഗ് നടക്കുകയാണ്. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് എഴുത്തുകാരനായ ശ്രീ ബിനീഷ് പുതുപ്പണം ആണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. ശ്രീ ബിനീഷിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലേക്ക്. ഇതിൽ ഈ സെഷൻ ആങ്കർ ചെയ്യുന്നത് ശ്രീമതി ബീന പൂവത്തിൽ ആണ്. ശ്രീമതി ബീന പൂവത്തിലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ച ആരംഭിക്കാൻ വേണ്ടി ശ്രീമതി ബീനയെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സെഷൻ്റെ പേര് പ്രണയവും സാഹിത്യവുമാണ്. അപ്പോൾ പ്രണയവും സാഹിത്യവും ചർച്ച ചെയ്തു കഴിഞ്ഞാലും തീരാത്തത്രയും വ്യാപ്തിയുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ അത്രയും മലയാളത്തിലെ കവിതകളെടുത്താലും കഥകളെടുത്താലും നോവലുകളെടുത്താലും അതിൽ പ്രണയം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അതിലുള്ള ആശയം സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രണയവും സാഹിത്യവും എന്നൊരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ശ്രീ ബിനീഷ് പുതുപ്പണം. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേമനഗരം ഒരുപാട് കവിതകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. പക്ഷേ പ്രേമനഗരം എഴുതി അദ്ദേഹം എന്താണ്, ജനങ്ങളെ പ്രണയത്തിൽ അങ്ങ് മുക്കിക്കൊന്നുകളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പ്രണയവും സാഹിത്യത്തെക്കുറിച്ചും അത്രയും ആഘാത തലങ്ങളിലേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് കഴിയും. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പിന്നെ ഞാനിതിൽ ആദ്യമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നമ്മുടെ കവിതകളും നോവലുകളും എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ബഷീറിൻ്റെ നോവലുകളായിക്കോട്ടെ, മാധവിക്കുട്ടിയുടെ കഥകളായിക്കോട്ടെ, കവിതകൾ ചങ്ങമ്പുഴയുടെയും കവിതകൾ ഉറൂബ് തൊട്ടുള്ള നോവലുകളും ഒക്കെ എടുക്കുകയാണെങ്കിലും അതിൽ പ്രണയത്തിൻ്റെ തീഷ്ണത തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത് ആദ്യകാല പ്രണയവും അതേ രീതിയിൽ പുതിയ കാലത്തെ എഴുത്തുകാരനായിട്ട് നമുക്ക് ബിനീഷ് പുതുപ്പണത്തെ കാണാം. പുതിയ കാല എഴുത്തുകാരിലെ പുസ്തകങ്ങളിലുള്ള പ്രണയവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ വെച്ചാൽ ഒരു പ്രണയം മൊട്ടിട്ട് കഴിഞ്ഞാൽ കത്തുകൾ വരുന്നതും കാത്ത്, അല്ലെ പുസ്തക കൈമാറ്റത്തിലൂടെയുള്ള പ്രണയം, അങ്ങനെയൊക്കെയാണ് ആ പ്രണയം തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ കാല എഴുത്തുകാരിൽ കാലഘട്ടം മാറുകയാണല്ലോ. അപ്പോൾ പുതിയ കാലത്തെ ഒരെഴുത്താണ് ബിനീഷ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ പഴയകാലത്തെ പ്രണയവും സാഹിത്യത്തിലെ പ്രണയവും പുതിയ കാല സാഹിത്യത്തിലെ പ്രണയവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ വിഷയം പ്രണയവും സാഹിത്യവും എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രണയം മനുഷ്യൻ്റെ എന്നല്ല സകല ജീവജാലങ്ങളുടെ ഒരു ജൈവിക ചോദനയാണ്, ജൈവിക പ്രേരണ, ചോദന എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മനുഷ്യൻ ജനിച്ച് വീഴുന്നത് തന്നെ പ്രണയത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും രണ്ടുപേരുടെ പ്രണയത്തിൽ നിന്നും രൂപപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഇത് എത്രയോ നൂറ്റാണ്ട് മനുഷ്യവംശം, ജീവവംശം ആരംഭിച്ചത് മുതൽ പ്രണയവും ആരംഭിച്ചിട്ടുണ്ട്. ടീച്ചർ ആരംഭിച്ചതുപോലെ എന്താണ് പ്രണയം എന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനമില്ല. അത് നിർവചനം വേണേൽ കൊടുക്കാം. നമുക്ക് സാഹിത്യത്തിൽ ധാരാളം നിർവചനമുണ്ട്. പക്ഷെ അത് പ്രണയിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു അനുഭവവും അനുഭൂതിയുമാണ്. അതിൻ്റെ തലവും തികച്ചും വൈകാരികവുമാണ്. അത് അവർക്ക് മാത്രം അതെന്താണെന്ന് മനസ്സിലാവും. സ്വാഭാവികമായും ഈ പ്രണയം നമ്മളിങ്ങനെ പറയും, നിർവചനങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോഴും ഇതെന്താണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം അതുവരെ പ്രണയിച്ച് ജീവിച്ച മനുഷ്യർ പിറ്റേ ദിവസമാകുമ്പോഴേക്ക് കോടതി കയറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുവരെ ശത്രുക്കളായ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രണയം ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത, അതിൻ്റെ ഭാവി എന്താണ്, വർത്തമാനം എന്താണ്, ഈ നിമിഷം എന്താണെന്ന് പോലും നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ് പ്രണയം. അത് തികച്ചും വൈകാരികമാണ്. ഈ വൈകാരികതയ്ക്കൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ അസ്തമിക്കുമ്പം തീർന്നു പോകുന്നു എന്നുള്ളതാണ്.
പ്രണയം മാത്രമല്ല, നമ്മുടെ എല്ലാ വൈകാരികതയും നമ്മളുടെ അസ്തമയത്തോടെ അത് അവസാനിക്കും. സ്വാഭാവികമായും പ്രണയവും നമ്മുടെ ജീവിതം എന്ന് അവസാനിക്കുന്നു അന്ന് തീരും. അത് നശ്വരതയാണ്, തികച്ചും അനിത്യമാണ്, നിത്യവുമല്ല. ഇവിടെയാണ് സാഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം. അനിത്യവും അനശ്വരവും നശ്വരവുമായിട്ടുള്ള വൈകാരിക പ്രണയത്തെ അനശ്വരവും നിത്യവുമാക്കി തീർക്കുന്നത് സാഹിത്യമാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇടുന്നൊരു പ്രണയ സാഹിത്യം ഒരുപക്ഷെ എൻ്റെ തന്നെ വൈകാരിക അനുഭവത്തെയോ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും വൈകാരിക അനുഭവത്തെയോ ഈ ലോകത്തിൽ ആരുടെയൊക്കെയോ അനുഭവത്തെ ഞാൻ എഴുതി വെച്ചാൽ അത് ഈ കാലത്തിൻ്റേത് മാത്രമല്ല, എൻ്റെ മരണശേഷവും എൻ്റെ കാലശേഷവും എൻ്റെ വൈകാരിക അനുഭവങ്ങളെ ആരുടെയൊക്കെയോ അനുഭൂതിയായി മാറുകയും ആ അനുഭൂതി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ വലിയൊരു വിശാലമായ പ്രണയ അനുഭൂതിയുടെ ലോകം സാഹിത്യം പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സാഹിത്യവും പ്രണയവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നശ്വരതയെയും അനിത്യതയെയും അനശ്വരവും നിത്യവുമാക്കി തീർക്കുന്നത് പ്രണയത്തിൽ സാഹിത്യമാണ്. സാഹിത്യം പ്രവർത്തിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അനശ്വരമായ ധാരാളം പ്രണയ കഥാപാത്രങ്ങളെ സമ്മാനിച്ചത് സാഹിത്യമാണ്. മജീദ് സുഹറ നമുക്ക് സമ്മാനിച്ചത് സാഹിത്യമാണ്. പാത്തുമ്മയെ നമുക്ക് സമ്മാനിച്ചത് സാഹിത്യമാണ്. അങ്ങനെ ഏത് രമണെ നമുക്ക് സാഹിത്യമാണ് സമ്മാനിച്ചത്. ഇതൊക്കെ ആരുടെയോ പ്രണയ അനുഭൂതിയായിരുന്നു. ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ എഴുത്തുകാരുടെ തന്നെ, അല്ലെങ്കിൽ എഴുത്തുകാർ ജീവിച്ച ആ കാലത്തിലെ തന്നെ ആരുടെയൊക്കെയോ അനുഭൂതിയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് എത്രയോ ഇപ്പം കത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, എത്രയോ നൂറ്റാണ്ടിനപ്പുറത്തേക്കാണ് പോകുന്നത്. കാളിദാസൻ എത്ര നൂറ്റാണ്ടുകൾക്കപ്പുറമാണ്. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ മേഘസന്ദേശം വായിച്ച് നമ്മുടെ പ്രണയാനുഭൂതിയും യക്ഷനും ഞാനും ഒന്നാണല്ലോ എന്ന് ഇന്ന് പ്രണയിക്കുന്ന മനുഷ്യനത് ആലോചിക്കുന്നു. അതാണ് സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ കത്ത്, പുതിയ കാലം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇത് എത്രയോ കാലം മുമ്പേ തുടങ്ങിയതാണ്. കാളിദാസൻ്റെ ഈ കൃതി എടുത്തു നോക്കിയാൽ, ഇപ്പോൾ രഘുവംശടങ്ങുന്നതായാലും കുമാരസംഭവത്തിലൊരു ഭാഗം സിദ്ധസ്ത്രീകൾ ബുർജമരത്തിൻ്റെ തൊലി പറിച്ചുകൊണ്ട് അതിൽ പ്രണയലേഖനങ്ങൾ എഴുതുന്നു എന്നാണ്. 1000 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ബുർജമരം പറിക്കുന്നു, അതിൽ സിദ്ധസ്ത്രീകൾ എഴുതുന്നത് പ്രണയലേഖനങ്ങളാണ്. ആ കാളിദാസൻ്റെ പ്രണയലേഖനങ്ങൾ ഇങ്ങനെ സിദ്ധസ്ത്രീകൾ എഴുതിയത് പരിണമിച്ച് MTയുടെ മഞ്ഞൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം. എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, കത്തെഴുതില്ല. ഈ കത്ത് എന്ന് പറയുന്നത് MTയുടെ മാത്രം ഭാവനയല്ല. എത്രയോ നൂറ്റാണ്ട് മുതൽ സാഹിത്യത്തിൽ പ്രണയം അനുഭവിച്ച മനുഷ്യരുടെ വൈകാരികമായ അനുഭൂതിയുടെ ഒരു ചങ്ങല പോലെ പരമ്പരയായി വന്ന് അത് MTയിലെത്തി, അതിനുശേഷം മറ്റാളുകളിലേക്കെത്തി, ഒരുപാട് ആളുകളിൽ. ഇപ്പോൾ ബഷീറിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, എടുത്ത് നോക്കിയാൽ മതിയോ. അതിൽ കുഞ്ഞുപ്പാത്തും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവളിങ്ങനെ വൈകാരികമായി അനുഭവിച്ച് ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ അവസാനം ഉമ്മ ചോദിക്കുന്നു, എന്താ മോളെ നിനക്ക്? ആ വാക്യമാണ് അവൾ പറയുന്ന വാക്യമാണ് മനോഹരമായ സാഹിത്യ പ്രേമഭാഷ. എൻ്റെ ഖൽബിൽ നോവാണുമ്മ. പ്രണയ ഭാഷയാണത്, പ്രണയ സാഹിത്യം. എൻ്റെ ഖൽബിൽ നോവാണ്, ആ നോവാണ് പ്രണയം. ആ കൃതി അവസാനിക്കുന്നത് പ്രണയവും എല്ലാം പറയുന്നുണ്ട്, മതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ. പക്ഷേ അവസാനിക്കുന്നത് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പ്രണയം വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ വെളിച്ചമാണ് സാഹിത്യം. പ്രണയമെന്ന വെളിച്ചത്തെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി തീർക്കുകയും അതൊരാളുടെ മാത്രം അനുഭൂതിയല്ലാതെ അനേകം മനുഷ്യരുടെ അനുഭൂതിയാക്കി മാറ്റുകയും ചെയ്യുന്നത് സാഹിത്യമാണ്. പ്രേമം ഇപ്പോൾ വ്യക്തിപരമാണല്ലോ. ടീച്ചറിൻ്റെ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും വ്യക്തിപരമായ അനുഭവമാണ്. ഈ വ്യക്തിപരമായ അനുഭവത്തെ സാമൂഹ്യ അനുഭവമാക്കി തീർക്കുന്നത് സാഹിത്യമാണ്. അതുകൊണ്ടാണ് മജീദും സുഹറയും അതിലിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിലെ പ്രണയ കഥാപാത്രങ്ങളായി മാറുന്നത്. അതുകൊണ്ടാണ് ചങ്ങമ്പുഴ നമ്മൾ രമണനെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ കഥാപാത്രമായി നമ്മൾ മാറുന്നത്. അപ്പോൾ ഏതോ നൂറ്റാണ്ടിൽ തുടങ്ങിയ അന്നത്തെ സാമൂഹ്യ ബോധമാണ്. അന്നത്തെ സാമൂഹ്യ ബോധത്തിൻ്റെയും സാംസ്കാരിക ബോധത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ദർശനത്തിൻ്റെയും ഒക്കെ ഒരു തുടർച്ചയാണ് പ്രണയം. ആ പ്രണയം തന്നെയാണ് സാഹിത്യത്തിലും സംഭവിക്കുന്നത്. സാഹിത്യം ഇല്ലെങ്കിൽ ഈ പ്രണയാനുഭവങ്ങളൊന്നും നമുക്ക് ലഭ്യമാകില്ല. നമ്മുടെ മരണത്തോടെ എല്ലാം അസ്തമിച്ചു പോകുന്ന ഒരു സാധാരണ ഒരാളായി നമ്മളെല്ലാം മാറും. എഴുതാണ് മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഈ വൈകാരിക അനുഭവങ്ങൾ എഴുതാൻ സാധിക്കുന്നു. മൃഗത്തിനും പക്ഷികൾക്കൊന്നും ഈ ഭാഗ്യം ഉണ്ടായിട്ടില്ല, പ്രണയത്തെ ആവിഷ്കരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. മനുഷ്യൻ എന്ന രീതിയിൽ നമുക്കാണ് ഈ പ്രണയാനുഭവത്തെ എഴുതി വെക്കാനും അത് സാഹിത്യ രൂപകമാക്കി മാറ്റാനും എല്ലാ ആളുകളിലേക്ക് എത്തിക്കാനും
അതൊരു രാഷ്ട്രത്തിൽ ഇപ്പോൾ കാളിദാസൻ്റെ ഒക്കെ മേഘസന്ദേശം തന്നെ എടുത്തു നോക്കിയാൽ കേവലമായി പ്രണയകാവ്യാണെന്ന് പറയുകയാണെങ്കിലും അതിൽ ചരിത്രമുണ്ട്. എത്രയോ നൂറ്റാണ്ടിൻ്റെ ഇന്ത്യൻ ഭൂപടമുണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം മുഴുവൻ അതിലുണ്ട്. അതിൽ ഓരോ നദികൾ, പർവ്വതങ്ങൾ, വനങ്ങൾ ഇതൊക്കെ ഇന്നുള്ളതാണ്. ഇന്നും അത് വായിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഒരാളും, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പുസ്തകം വായിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനും, ഇപ്പോൾ പ്രണയം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ കാളിദാസൻ്റെ മേഘസന്ദേശം വായിച്ച് മധ്യപ്രദേശിലോ ഉജ്ജയിനിയിലോ യാത്ര ചെയ്യുന്നതും സാധാ ഒരാൾ, ഒരു വായനയില്ലാത്ത ഒരാൾ യാത്ര ചെയ്യുന്നത് തമ്മിൽ രണ്ടാണ്. അത് യാത്ര ചെയ്യുന്നവർക്കറിയാം. ഇതാണ് സാഹിത്യം ചെയ്യുന്നത്. നമ്മൾ അനുഭവിക്കാത്തൊരു ലോകത്തേക്കും ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ച ഏതൊക്കെയോ വൈകാരിക തലങ്ങളുടെ കൂട്ടിച്ചേർക്കലൊക്കെ ആയിട്ട് പ്രണയത്തിൽ സാഹിത്യം വർത്തിക്കുന്നു. അതുതന്നെയാണ് ഇന്നും പ്രണയത്തിനും സാഹിത്യവും തമ്മിലുള്ള ഈ ബാന്ധവത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പ്രണയത്തിലൂടെ കടന്നുപോയ അവരുടെ ഭാഷയാണ് സാഹിത്യത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു സംശയം, ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്ന ഒരാൾക്ക് അതിലൂടെ കടന്നു പോകണമെന്നില്ല. പക്ഷേ ഒരു പ്രണയ പുസ്തകം അല്ലെ പ്രണയത്തെക്കുറിച്ചുള്ള കഥയോ കവിതയോ നോവലോ എഴുതുന്ന ആൾ പ്രണയത്തിലൂടെ കടന്നുപോയി അവരുടെ അനുഭവങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ ബിനീഷ് ഇവിടെ പറഞ്ഞതിൻ്റെ പൊരുളും അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും പുറത്ത് വന്ന പ്രണയ നോവലുകളും പിന്നെ അതേപോലെ പ്രണയത്തെക്കുറിച്ചുള്ള കവിതകളും ഒക്കെ എഴുതിയ ആൾക്കാർ അവർ പ്രണയത്തിലൂടെ, തീവ്രമായ പ്രണയത്തിലൂടെയും അതിൻ്റെ വേദനയിലൂടെയും കടന്നു പോവാതെ ഇത്തരം ഒരു സൃഷ്ടി സാധ്യമാകുമോ എന്നുള്ളതാണ്. അല്ല, ചില അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ക്രൈം ഫിക്ഷൻ ഇതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാമൂഹ്യ അനുഭവം എന്നുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ വ്യക്തി മാത്രമല്ല, ഒരു സാമൂഹ്യ ജീവി കൂടിയാണ്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ അനുഭവങ്ങൾ കൂടി ചേരുന്നതാണ് നമ്മുടെ എഴുത്ത്. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്, മരണം അനുഭവിക്കാത്ത ആളെങ്ങനെ മരണത്തെക്കുറിച്ച് എഴുതും എന്ന് ചോദിക്കുന്നത് പോലെയായി മാറിപ്പോകുന്നത്. സ്വാഭാവികമായിട്ടും പ്രണയം അനുഭവിക്കാത്ത മനുഷ്യർ വളരെ ചുരുക്കമായിരിക്കും എനിക്ക് തോന്നുന്നത്. മനസ്സിലെങ്കിലും പ്രണയം കൊണ്ട് നടക്കാത്ത മനുഷ്യരാണുള്ളത്. സ്വാഭാവികമായിട്ടും പ്രണയം എഴുതുമ്പോൾ നമ്മുടെ പ്രണയാനുഭവങ്ങളും, ഇപ്പോൾ പ്രേമനഗരി ഇതൊക്കെ എഴുതുന്ന സമയത്ത് എൻ്റെ പ്രണയാനുഭവങ്ങൾ വ്യക്തിപരമായി ചിലതൊക്കെ കടന്നു വരും. അത് സ്വാഭാവികമാണ്. അത് ആരെഴുതുമ്പോഴും നമ്മൾ സാമൂഹ്യ ജീവിയായതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളുടെ, കുടുംബത്തിൻ്റെ വൈകാരിക അനുഭവങ്ങളുടെ, വ്യക്തിപരമായ അനുഭവങ്ങളുടെ ഒക്കെ ലോകം നമ്മുടെ എഴുത്തിൽ കടന്നു വരും, പ്രണയത്തിൽ കടന്നു വരും. പിന്നെ സാധാരണ പറയാറുണ്ട് ഈ ഏറ്റവും എളുപ്പം പ്രണയം എഴുതും. പക്ഷേ എഴുതിയെടുത്തോളം എനിക്ക് തോന്നുന്നത് ഏറ്റവും വിഷമം സാഹിത്യത്തിൽ പ്രണയം എഴുതാനാണ്. കാരണം പ്രണയം നമ്മളുടെ അനുഭവ ലോകമാണ്. എത്രയോ നൂറ്റാണ്ട് മുതൽ പ്രണയ സാഹിത്യം എഴുതി പതഞ്ഞ് വായിച്ച് വരുന്നവരാണ് നമ്മൾ. വീണ്ടും ഒരേ കാര്യം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അത് നമുക്ക് പരമ ബോറാവും. പക്ഷേ അതില്ലാത്ത രീതിയിൽ എഴുതുക എന്നുള്ളത് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത്ര എളുപ്പമല്ല. മറ്റേതെങ്കിലും ഒരു ഇതുപോലെ എളുപ്പം ഒരാൾക്ക് എഴുതി പോകാം എന്ന് അത് കരുതൽ മാത്രമാണ്. പക്ഷേ എഴുതി വരുമ്പോഴേ നമുക്ക് ആ പ്രണയ സാഹിത്യം എങ്ങനെയാണ് അത് സമൂഹത്തിലേക്ക് എത്തിപ്പെടുക എന്ന് അറിയാൻ കഴിയും. അപ്പോൾ പ്രണയത്തെക്കുറിച്ച് എഴുതുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണല്ലോ, കൂടുതൽ ആൾക്കാർക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പം എനിക്ക് ഈ പ്രേമനഗരത്തിലേക്ക് വരികയാണെങ്കിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് നോവൽ പ്രേമനഗരം, അതിൽ പ്രണയവും രതിയും ഒരു ലായനിയിൽ അലിഞ്ഞു ചേർന്നതുപോലെയാണ്. പ്രണയവും രതിയും വേർതിരിച്ച് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നോവൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ രതിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രണയം സാധ്യമല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ പ്രേമനഗരത്തിലൂടെ വായിച്ചു പോകുമ്പോൾ പ്രണയത്തെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ രതിയെയും പ്രണയത്തെയും ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് ആ തുടക്കം മുതൽ അവസാനം വരെ ആ നോവലിലൂടെ നോവലിസ്റ്റ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ രതിയില്ലാത്ത പ്രണയമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് നിലനിൽപ്പില്ലേ എന്നുള്ളതാണ്. രതിയില്ലാത്ത പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കുണ്ട് എന്ന് അഭിനയിച്ച് പറയാം. പക്ഷെ അത് ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം. നമ്മൾ പ്രണയിച്ച മനുഷ്യരോട്
അല്ലാതെ അറിയാതെ പോലും നമ്മൾ മനസ്സിനുള്ളിൽ പ്രണയിച്ച മനുഷ്യരോടുള്ള നമ്മുടെ, പിന്നെ എപ്പോഴും നിങ്ങൾ ഈ രതി നമ്മുടെ ഇതിഹാസങ്ങളെല്ലാം നോക്കൂ. മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കൂ. മഹാഭാരതത്തെ നമുക്ക് ഒരു രതി പുസ്തകമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുമോ? ലോക ക്ലാസിക്കായിട്ടുള്ള ഒന്നാന്തരം. പക്ഷേ മഹാഭാരതത്തിലെ ഓരോ ഭാഗത്തെ പ്രണയവും ജീവിതം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ മഹാഭാരതം അങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അല്ല, അത് ക്ലാസിക്കായ ഇന്ത്യൻ പാരമ്പര്യത്തിലുടനീളം 19-ാം നൂറ്റാണ്ടിലൊക്കെയാണ് രതിപഠനങ്ങൾ ലോകത്ത് ആരംഭിച്ചതെങ്കിൽ ഇന്ത്യയിൽ BC 4-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാമസൂത്ര അടങ്ങുന്ന കൃതികളുണ്ട്. മഹത്തരമായ സയൻസ് സ്റ്റഡികളായിട്ട് അത് രൂപപ്പെട്ടു വന്ന കാലമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ സാഹിത്യമൊക്കെ എടുത്തു നോക്കുക. കാളിദാസം മുതൽ എല്ലാ സാഹിത്യം ഇങ്ങോളം എടുത്തു നോക്കുക. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. സത്യത്തിൽ പ്രണയം എന്ന് പറയുന്നത് എന്താണ്? അത് ശരീരം കൂടി ചേർന്ന് പോകുന്ന ഒന്നാണ്. സാഹിത്യത്തിൽ മാത്രമല്ല, നമ്മുടെ എന്തിനെയാണ് നമ്മൾ പ്രേമിക്കുന്നത്? ഞാൻ നിൻ്റെ ആത്മാവിനെ പ്രേമിക്കുന്നു എന്ന് പറയും. പക്ഷേ ഈ ആത്മാവ് എന്താണ്? ബോഡി ഇല്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് പ്രണയിക്കുക? നമ്മൾ മനസ്സ് കാണുവാണോ നമ്മുടെ ആത്മാവിനെ? ഒരാൾ മരണപ്പെട്ട എല്ലാത്തിൻ്റെയും ടൂളാണ് ശരീരം. അത് രതിയുടെ എന്ന് മാത്രമല്ല, പ്രണയം നടക്കണമെങ്കിലും ഈ ബോഡി വേണം. ഈ ശരീരം ഇല്ലെങ്കിൽ പ്രേമമില്ല. അവിടെ ശരീരവും പ്രണയത്തിൻ്റെ അടിസ്ഥാനമായ ഒന്നാണ്. ഇപ്പം മരണം, ഒരാൾ നമ്മളെ വിട്ടുപോയി, മരണം സംഭവിച്ചു, അയാളെ നമ്മൾ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആത്മാവിനെയാണ് ഓർമ്മിക്കുന്നത്, അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ആദ്യം നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത് ആ ശരീരമാണ്. നമ്മുടെ പ്രണയിനി മരിച്ചു പോയാൽ ആദ്യം ഓടിയെത്തുന്നത് ഓർക്കുമ്പോൾ. ഓർമ്മ എന്ന് പറയുന്നത് പോലും മനുഷ്യനെ സംബന്ധിച്ച് ഒരാളുടെ ഓർമ്മ എന്ന് പറയുന്നത് അയാളുടെ ശരീരം കൂടി ചേർന്നതാണ്. അതുകൊണ്ട് ഈ പ്രണയത്തിൽ ശരീരത്തെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ വളരെ പരിശുദ്ധമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളാണ്. കാരണം ബോഡി ഇല്ലെങ്കിൽ, ശരീരമില്ലെങ്കിൽ, അതിൻ്റെ ലയനമില്ലെങ്കിൽ ഒരു പ്രണയവും ലോകത്ത് ഒരിടത്തും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തെ പ്രണയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട, മറിച്ച് ശരീരം മാത്രമാണ് പ്രേമം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. ശരീരം കൂടി അതിൻ്റെ ടൂളാണ്. അതിനെ നിങ്ങൾ എന്തിനാണ് മാറ്റി നിർത്തേണ്ട ആവശ്യം? അപ്പോൾ ശരീരം എന്തിനുള്ളതാണ്? പ്രണയിക്കാൻ കൂടിയുള്ളതാണ് ശരീരം, രതിക്ക് കൂടിയുള്ളതാണ് ശരീരം. ആ ബോധ്യം എല്ലാവരുടെ മനസ്സിലുമുണ്ട്, എല്ലാവരുടെ പക്ഷേ സാമൂഹ്യ സാഹചര്യം കൊണ്ട്, നമ്മുടെ കുടുംബഘടന കൊണ്ട്, ഇതെല്ലാം കൊണ്ട് നമ്മൾ കള്ളം പറഞ്ഞ് ഇത് പരിശുദ്ധമായതാണ്, ആത്മാവാണ് ഞാനെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മറിച്ച്, കാരണം നമ്മുടെ സാഹിത്യം തന്നെ എടുത്തു നോക്കിയാൽ മതി. വേറെ സാഹിത്യമൊന്നും വേണ്ട, നമ്മുടെ ഇതിഹാസം എടുത്തു നോക്കിയാൽ മാത്രം മതി നമ്മുടെ സാഹിത്യത്തിൻ്റെ ആ പ്രണയത്തിൽ രതി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ രതിയെ മാറ്റി നിർത്താൻ കഴിയില്ല, പരസ്പര പൂരകങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലിലും അത് നമുക്ക് പ്രേമനഗരം അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നോവലായതുകൊണ്ട് അത് തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ഒരു വളരെ റെലവൻ്റായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പ്രേമനഗരത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യ, ഒരു 43 വയസ്സുള്ള നീലു എന്നാണ് കഥാപാത്രം. അവർ മാരീഡാണ്. നീലുവിനെ പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ നീലുവിനാണെങ്കിൽ ഭർത്താവുണ്ട്, മകളുണ്ട്. അപ്പോൾ അതിലുള്ള പ്രണയം നീലുവും മാധവുമായിട്ടുള്ളതാണ്. മാധവ് ഒരു അവിവാഹിതനാണ്, നീലുവും മാധവുമായിട്ടുള്ള പ്രണയമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ ഒരു സദാചാരവാദികൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രണയത്തെ കാഴ്ചവെക്കുമ്പോൾ അത് സദാചാരവാദികൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാനാകും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ തന്നെയാണ് രതിയെയും വളരെ ഭംഗിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, മീശ എഴുതിയപ്പോൾ ഹരീഷൊക്കെ അതിലുള്ള 1-2 സെൻറ്റൻസുകൾ വളരെ സദാചാരത്തെ മാനിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങളും ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ ഈ ഒരു പ്രേമനഗരം എഴുതിയപ്പോൾ ഈ സദാചാരവാദികളടുത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായോ, അതേ രീതിയിൽ അത്തരം വിമർശനങ്ങൾ കേട്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം. കാരണം നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത് പ്രണയത്തെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം, അല്ലെ കാമുകന്മാർ തമ്മിലുള്ള ദിവ്യപ്രണയം, അതിലുപരിയായിട്ടുള്ള ഒരു പ്രണയമാണ് അദ്ദേഹം പ്രേമനഗരത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ഈ സമൂഹം
എങ്ങനെ ഏത് രീതിയിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇത് എനിക്ക് തോന്നുന്നു സദാചാരം മാത്രമല്ല, ഇപ്പോൾ പ്രണയത്തിലും പ്രണയം എഴുത്തിലും പലതും പ്രവർത്തിക്കും. പലരുടെ അധികാരങ്ങൾ, വർണ്ണം, ജാതി, ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പ്രണയത്തിൽ. ഇപ്പോൾ കാളിദാസനെ, ഇതൊന്നല്ല, ഞാൻ കാളിദാസന് ഉദാഹരണം പറഞ്ഞല്ലോ. ഇപ്പോൾ മേഘ സന്ദേശം എടുത്തു നോക്കിയാൽ യക്ഷൻ എന്തിനാണ് നാട് കടത്തിയത്? യക്ഷൻ എന്തിനാണ് ദൂരദേശത്തേക്ക്? അത് അധികാരം അവിടെ പ്രവർത്തിച്ചതാണ്, കുബേരൻ എന്ന അധികാരം. കാരണം ഈ ജോലി ചെയ്യുന്ന സമയത്ത് തൻ്റെ പ്രണയിനിയെ ആലോചിച്ചു പോയി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ പ്രണയിക്കുന്നവരെ തമ്മിൽ പിരിച്ചു കളയുക എന്നതിനേക്കാൾ വലിയൊരു ശിക്ഷ ലോകത്തില്ല എന്നറിയുന്നത് കൊണ്ടാണ് ആ അധികാരം. ഈ കുബേരൻ തന്നെയാണ് പുതിയ കാലത്തിൽ രക്ഷിതാക്കൾ. ഈ കുബേരൻ്റെ മറ്റൊരു രൂപമാണ് രക്ഷിതാക്കൾ. അധ്യാപകൻ എന്ന നിലയിൽ അവരിടപെടുന്നത്. വാർഡ് മെമ്പർ ചിലപ്പോൾ അത്തരത്തിലായിത്തീരാം, ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയായിത്തീരാം. അങ്ങനെ ഈ സാമൂഹ്യ ബോധ്യം മൊത്തത്തിൽ എല്ലാവരും ഓരോ കുബേരന്മാരാണ്. പക്ഷെ അവനവൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ നമ്മൾ എന്തുള്ളൂ, അത് സദാചാരമായിത്തീരില്ല. പകരം മറ്റൊരാളുടെ കാര്യം വരുമ്പോഴാണ് അത് സദാചാര ബോധ്യമായിട്ട് മാറുന്നത്. പിന്നെ സാഹിത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, സാഹിത്യത്തിൽ ഒരുപാട് സദാചാര ലംഘനങ്ങളുടെ, ഇപ്പം മീശ മാത്രമൊന്നുമല്ല. ഇപ്പം ബഷീറിൻ്റെ എടുത്തു നോക്കുക, ശബ്ദങ്ങൾ ഇറങ്ങിയ കാലത്ത് എന്തായിരുന്നു? ശബ്ദങ്ങളിലെ മാതൃസങ്കല്പം അടങ്ങുന്ന സങ്കല്പം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു മാതാവല്ലോ എന്ന്. കാരണം നമ്മൾ സങ്കല്പിച്ചു വെച്ച മാതൃസങ്കല്പമേ അല്ല അതിലെ സങ്കല്പം. ശബ്ദങ്ങൾ നിരോധിച്ചു അല്ലേ? അശ്ലീലം എന്ന് പറഞ്ഞാൽ നിരോധിച്ചു. പക്ഷെ ഇന്ന് ശബ്ദങ്ങൾ വായിക്കുമ്പോൾ എത്ര ശക്തമായ ഒരു സൂക്ഷ്മ രാഷ്ട്രീയ കൃതിയായിരുന്നു ശബ്ദങ്ങളിൽ നിന്നും ആ ട്രാൻസ്ജെൻഡർ അടങ്ങുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൃതികൾ ബഷീറിൽ നിന്നുണ്ടായി. അപ്പോൾ ബഷീർ അക്കാലത്ത്, ഇതെല്ലാ കാലത്തും തുടർന്നിട്ടുണ്ട് ഈ ഒരു സദാചാര പ്രശ്നം. ഏറെ തെറികേട്ട ഒരു എഴുത്തുകാരനാണ്. പക്ഷെ തെറികേട്ട ആളുകൾ എവിടെ? പറഞ്ഞ ആളുകളുടെ ബഷീർ എവിടെ? മാധവിക്കുട്ടി ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? ഒന്നുമില്ല. അതേ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, വിദേശത്തുനിന്ന് വരുന്ന നോവലുകൾ നമ്മൾ ആഹ്ലാദത്തോടു കൂടി വായിക്കുകയും വൗ എന്ന് പറയുകയും ചെയ്യും. അത് മോശമെന്നുള്ള അല്ല, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ അന്ന് ആലോചിച്ച് നോക്കുക, എൽഫ്രഡ് എൽനക്കിനെ പോലെയുള്ള വിസ്മയകാലം, വിചിത്രകാലമായാലും പിയാനോ ടീച്ചറായാലൊക്കെ നമ്മൾ ആഘോഷിച്ചു. ഒന്നും വേണ്ട, ഹാങ്കാങ്ങിൻ്റെ ഏറ്റവും പുതിയ നോവൽ എടുത്ത് നോക്കും, വെജിറ്റേറിയനിലെ ഭാഗങ്ങൾ മുഴുവൻ എന്താ? പക്ഷെ അത് ലോക നോവലായതുകൊണ്ട് നമ്മൾ എന്ത് പറയും? അത് ഏറ്റവും മികച്ച നോവൽ. അതിൻ്റെ രതി പ്രശ്നമല്ല, നമുക്ക് ഒന്നും പ്രശ്നമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം പ്രേമനഗരം അടങ്ങുന്ന, ഇപ്പം ഹരീഷിൻ്റെ കാര്യം പറഞ്ഞു, ഹരീഷിൻ്റെ മീശ അടങ്ങുന്ന ഈ കൃതികളുടെയൊക്കെ എത്രയോ ഇരട്ടിയിലധികം രതിയും ഒക്കെ ചേർന്ന് വരുന്ന കൃതികളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇപ്പം യോസയുടെയൊക്കെ ആടിൻ്റെ വിരുന്ന് എന്നൊക്കെ കൃതി വായിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ബോധം കെടും. അത്തരത്തിലുള്ള നോവൽ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളിയായ ഒരു എഴുത്തുകാരൻ ആ രീതിയിലേക്ക് പ്രണയത്തെ ചേർത്ത് സാഹിത്യത്തിൽ എഴുതുമ്പോൾ അത് വലിയൊരു സദാചാര പ്രശ്നമായത്. അത് ഇന്നല്ല, എല്ലാ കാലത്തും. ഞാൻ ബഷീറിനെയും മാധവിക്കുട്ടിയൊക്കെ ഇത് തുടരും, ഇതങ്ങോളം തുടരും. അത് ഒരു പരമ്പരയാണ്. എല്ലാ കാലത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ട്, ഇപ്പോഴും അത് തുടരുന്നു, അതിനിയും ഇത് തുടർന്നിടത്തോളം കാലം അതിൻ്റെ ലംഘനവും സാഹിത്യത്തിൽ സാധ്യമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വേറൊന്ന് ചോദിക്കാനുള്ളത്, ഇതിലും വിരഹമില്ലാത്തൊരു പ്രണയം സാധ്യമാണോ എന്നുള്ളതാണ്. അപ്പോൾ എന്തിലും പ്രണയം എന്ന് പറഞ്ഞാൽ വിരഹത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്, അതിൻ്റെ ഒരു വൈകാരികമായ വേദന അല്ലേ? അപ്പോൾ പിന്നെ ഈ കോളറക്കാലത്തെ പ്രണയവും അതെല്ലാം പ്രണയവും വിരഹവുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ പ്രേമനഗരവും അങ്ങനെ തന്നെയാണ്, പ്രണയവും വിരഹവും. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഈ വിരഹമില്ലാത്ത ഒരു പ്രണയം ഉണ്ടായിക്കൂടെ? എല്ലാ പ്രണയത്തിലും വായിച്ചു നോക്കുമ്പോൾ വിരഹം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നോവലിസ്റ്റിന് എന്താണ് പറയാനുള്ളത്? വിരഹമില്ലാത്ത പ്രണയമൊക്കെ സാഹിത്യത്തിൽ ധാരാളമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ബഷീറിൻ്റെ ശബ്ദങ്ങൾ പറഞ്ഞതുപോലെ പ്രേമലേഖനമൊക്കെ ഭൂരിപക്ഷവും ബഷീറിൻ്റെ ശുഭപര്യവസാനിയായ കൃതികളാണ്. അത്തരത്തിലുള്ള കൃതികൾ ധാരാളമുണ്ട്. നമുക്ക് മലയാളത്തിലുണ്ട്, മലയാളത്തിന് പുറത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ പൊരുളെന്ന് പറയുന്ന സാധനം തന്നെ വിട്ടുപോവുക എന്നുള്ളതാണ്. നമ്മൾ ആരും സ്ഥിരമല്ല. ഈ വിട്ടുപോകലാണ് ചില മനുഷ്യരെ നമ്മൾ ഓർമ്മിക്കാൻ കാരണം. സ്ഥിരമായി നമ്മുടെ ജീവിതത്തോടുള്ള ആളുകൾ വിട്ടുപോകുമ്പോഴുള്ള നമ്മളുടെ അനുഭവവും ആ ആളെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ വളരെ പ്രധാനമാണ്, പരമപ്രധാനമാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. വിട്ടുപോകുമ്പോഴാണ് പ്രണയം കൂടുതൽ ദൃഢമായി
തീരുകയും ഓർമ്മകളിൽ ജീവിക്കുന്ന മനുഷ്യരൂപങ്ങളായി അവർ മാറുകയും ചെയ്യുന്നത്. സത്യത്തിൽ വിട്ടുപോകലെന്ന് സാഹിത്യത്തിൽ ആവിഷ്കരിക്കുമ്പോൾ അത് കൂടുതൽ നമുക്കൊരു അനുഭവതലമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ പൊരുൾ വിട്ടുപോകലാകുന്നതോട് അതുപോലെ തന്നെ പ്രണയത്തിൽ പിരിയുക എന്നുള്ളത്, അതായത് ഉപേക്ഷിക്കുക എന്നാൽ, ഉപേക്ഷിച്ച് കളയുക എന്നാൽ അങ്ങ് ഉപേക്ഷിച്ച് പോവുകയല്ല, കരുതലോടെ സൂക്ഷിച്ചു വെക്കുക എന്ന രീതിയിലുള്ളതാണ് പ്രണയം. അപ്പോൾ തീർച്ചയായും ആ പിരിയലിന്, വേർപിരിയലിന് എല്ലാ കാലത്തും അത് പ്രസക്തിയുണ്ട്. അത് എനിക്കൊന്ന് പ്രണയത്തിൽ പോലും വിരഹമാണ് പ്രണയത്തെ നിലനിർത്തുന്നത്. പ്രണയത്തെ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ നിലനിർത്തണമെങ്കിൽ അവിടെ വിരഹം വേണം. ആ വിരഹമുണ്ടെങ്കിൽ ആ പ്രണയം ഓർമ്മകളിൽ എക്കാലത്തും മരണം വരെ ആ പ്രണയിനികളിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു എന്നുള്ള ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, വാണിംഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവസാനത്തെ ഒരു ചോദ്യം, ഈ പ്രേമനഗരത്തിൻ്റെ 2ാം ഭാഗം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കോളറക്കാലത്തെ പ്രണയമൊക്കെ നമ്മൾ പറയുമ്പോൾ കുറേ വയസ്സായി വൃദ്ധരായതിന് ശേഷം അതിൽ പിന്നെ നായകനും നായികക്കും പ്രണയിക്കാനുള്ള ഒരവസരം വന്നു ചേരുകയാണ്. അതേപോലെ ഇവിടെ പ്രേമനഗരത്തിൻ്റെ 2ാം ഭാഗത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന്, ആ സാധ്യതകൾ എന്താണ് എന്നാണ് ചോദിക്കാനുള്ളത്. ഈ 1ാം ഭാഗത്തിന് കേട്ട തെറികളുടെ ക്ഷീണം മാറിയിട്ടില്ല, എന്നിട്ട് പോരെ 2ാം ഭാഗത്തിലേക്ക് പോകാൻ. അങ്ങനെ ഒരു ആലോചന ഇല്ല. അതിനുശേഷം ഞാൻ പ്രണയ നോവലുകൾ എഴുതി. ഇപ്പോൾ ഏറ്റവും പുതിയ പുസ്തകം സുന്ദര ജീവിതം പ്രണയ നോവൽ തന്നെയാണ്. അങ്ങനെ ഒരു 2ാം ഭാഗം നിലവിലില്ല. അത് പലരും ചോദിച്ചിരുന്നു, ചില പബ്ലിക്കേഷൻസും ചോദിച്ചിരുന്നു, പക്ഷെ അങ്ങനെ ഒന്ന് നിലവിലുണ്ടാവുന്നല്ല. എന്തായാലും ഓഡിയൻസിന് ചോദിക്കാനുണ്ടാവും ചോദ്യങ്ങൾ, അവർക്കും കൂടെ അവസരം തരികയാണ്. ഈ മൂല്യങ്ങളില്ലാത്ത ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 25-30 വർഷം മുമ്പുള്ള പ്രണയത്തിൻ്റെയും ഈ കാലഘട്ടത്തിലുള്ള പ്രണയത്തിൻ്റെയും ഒരു കമ്പയറിങ് നടത്താൻ പറ്റും. അതിനൊരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ, അതോ അന്നത്തെ ആ വാല്യൂ തന്നെ ഇന്നും ഉണ്ടോ എന്നുള്ള. മൂല്യമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആപേക്ഷികമാണ്. ഒരു കാലത്തിൻ്റെ മൂല്യമല്ല മറ്റൊരു കാലത്തിൻ്റെ മൂല്യം. ഒരു വ്യക്തിയുടെ കാണുന്ന മൂല്യമല്ല, ഇപ്പം ഞാൻ കാണുന്ന മൂല്യമല്ല പലതിലും ടീച്ചർ കാണാം, അതല്ല ഇപ്പോൾ ചോദിച്ച ആൾ കാണാം. മൂല്യം വളരെ ആപേക്ഷികമാണ്. ഒരു കാലത്ത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് നോക്കുക, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിത മൂല്യങ്ങളാണോ ഇന്നത്തെ മൂല്യങ്ങൾ? അതെല്ലാം പൊളിഞ്ഞ് ഇന്നത്തെ മൂല്യത്തിലെത്തി. ഈ മൂല്യം ആയിരിക്കുമോ നാളെ? ഒരിക്കലല്ല. സാഹിത്യത്തിലും ആ രീതിയിൽ തന്നെ ഇപ്പം ഇന്നത്തെ കാലത്തിൻ്റെ സാഹിത്യം തന്നെ എടുക്കുക. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു കൃതി ഞാൻ വായിക്കുന്നതും ഞാൻ കാണുന്ന മൂല്യം ആയിരിക്കില്ലല്ലോ നിങ്ങൾ കാണുക. രണ്ടുപേർക്കും അപ്പോൾ തികച്ചും ആപേക്ഷികമായൊരു എന്നും മാറാവുന്ന, പരിണമിച്ചു പോകുന്ന ഒന്നാണ് മൂല്യം. ആ മൂല്യം അടിസ്ഥാനപരമായ ഒരൊറ്റ മൂല്യമില്ല, അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശബ്ദങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ബഷീറിൻ്റെ ഒക്കെ കൃതികൾ ഈ കാലത്തിരുന്ന് വായിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞൊണ്ടുകാലം 1-2 പേരിൽ പറഞ്ഞിട്ടുണ്ട്. ഞൊണ്ടുകാലം, കോങ്കണ്ണി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരാൾ എഴുതിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? അല്ലേ? അത് പൊളിറ്റിക്കലി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബഷീറിനെ വധിക്കും. പക്ഷെ അന്നത് പ്രശ്നമല്ല. അന്ന് നമ്മളെ സംബന്ധിച്ച് അത് വായിച്ച് ആഹ്ലാദിച്ച് ചിരിക്കാം. പക്ഷെ ഇന്നാണ് ബഷീർ എഴുതുന്നതെങ്കിൽ അത് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വലിയ വിഷയമായി മാറാൻ സാധ്യത. അപ്പോൾ ഓരോ കാലത്ത് ഇങ്ങനെ മൂല്യം മാറി വരും. അതിനനുസരിച്ച് സാഹിത്യങ്ങൾ വരും, ചർച്ചകൾ വരും, എല്ലാം വരും. പ്രണയത്തെക്കുറിച്ചുള്ള സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി അർപ്പിക്കാൻ വേണ്ടി സാജിദ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രണയവും സാഹിത്യവും എന്ന വിഷയത്തിൽ സംവാദം നടത്തിയ പ്രിയപ്പെട്ട ബിനീഷ് പുതുപ്പണത്തിനും ബീന പൂവത്തെങ്ങലിനും സംഘാടക സമിതിയുടെ പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു.